ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ തറവാട് വീടാട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് തറവാട് വീട്ടിലാണ്. അപ്പോൾ ചക്ക ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു ചക്ക ഉണ്ട്, മൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഈ നിൽക്കുന്നത് ഉമ്മമ്മയാണ്, എൻ്റെ ഉമ്മയുടെ അമ്മയാണ്. കണ്ടോ, അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാട്ടോ. അപ്പോൾ ചക്ക ഉണ്ട് പറഞ്ഞപ്പോൾ ഫസ്റ്റത്തെ ചക്ക കേട്ടോ ഈ വർഷത്തെ. ഇപ്പോൾ ചക്ക ഉണ്ട് പറഞ്ഞിട്ട് ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരാളെ വിളിച്ചിട്ട് ചക്ക ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിട്ട് വേണം ചക്ക ഇടാൻ. പാടത്തിൻ്റെ അരികിലാട്ടോ നമ്മളെ പ്ലാവൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചക്ക ഇടാൻ വേണ്ടി പോവാണ്. ചില ഭാഗത്തു കൂടിയൊക്കെ ചക്ക മൂപ്പെത്തിയിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ചക്ക കൂട്ടാനൊക്കെ കഴിച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ ചക്ക കൂട്ടാൻ എന്നാട്ടോ പറയാം. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചക്ക കിട്ടിയിട്ടുണ്ടാവും, പഴുത്തതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ പ്ലാവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചുവട്ടിലൊന്നും ചക്ക കായ്ക്കൂല, മുകളിൽ മാത്രമേ ചക്ക കായ്ക്കുള്ളൂ കേട്ടോ. അങ്ങ് നെറുകിലൊക്കെ കരം, പ്ലാവിൻ്റെ നെറുകിലൊക്കെ കരം ചക്ക കണ്ടോ. എല്ലാ ചക്കയുള്ളത് പ്ലാവിൻ്റെ നെറുകിലാണ്. അപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചിട്ട് വേണം ചക്ക ഇടിയിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ ഇന്ന് ചക്ക ഇട്ടിട്ട് ചക്ക ചില ഭാഗത്തു കൂടി പല സംഭവം പറയാട്ടോ. ഞങ്ങളിവിടെ ചക്ക കൂട്ടാനും പറയും, ചിലർ ചക്ക അവിച്ചത്, അങ്ങനെയൊക്കെ സംഭവങ്ങൾ കുറേ ഉണ്ട്. നമ്മളിവിടെ എന്തായാലും ചക്ക കൂട്ടാനും ബീഫും ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക ഇടുകയാണ്. എല്ലാ വർഷവും അടിയത്തെ ചക്കയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴത്ത് നിന്ന് മേലേക്ക് നോക്കുക മാത്രമേ വഴിയുള്ളൂ കേട്ടോ. കാരണം മേലുള്ള ചക്കയൊന്നും കിട്ടില്ല, എപ്പോഴും ആൾക്കാരെ വിളിക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എന്നും മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ചക്ക വീണ് പോവുക ചെയ്യുക കേട്ടോ. നമുക്ക് കഴിക്കാൻ കിട്ടലില്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ. ഈ ചക്കയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, ഇത് മഴക്കാലത്തെ മൂപ്പാവുള്ളൂ. അപ്പോൾ മഴക്കാലത്തൊന്നും നമുക്കൊരാളെ ഇടാനും ഒന്നിനും കിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ താഴത്ത് നിന്നിങ്ങനെ നോക്കും ചക്ക കിട്ടുമോ പക്ഷെ കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും മൂത്ത ഒരു 5-6 ചക്ക ഇടിയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. മൂപ്പെത്തിയ ഒരുപാട് ചക്ക ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5-6 ചക്ക ഇട്ടിട്ട് അയൽപ്പക്കത്തും ഒക്കെ കൊടുത്താൽ നമ്മളും എടുക്കാൻ പോവാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.